കമ്പന്തേനിയിൽ പോയപ്പോഴേ മുന്തിരിപ്പാടം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നത് ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കരിമ്പിൻ തോട്ടങ്ങളാണ് കേട്ടോ. ഓ, ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറയൂരാണ് ശർക്കര ഫാക്ടറി എങ്കിലും ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും മറയൂരിക്കാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട കരിമ്പ് വേണമെങ്കിൽ നമുക്ക് അവർ വെട്ടിത്തരും. ആ കരിമ്പിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം. അതിന് വലിയ ഫീലിംഗ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോഴേ കരിമ്പ് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലില്ലാത്തത് വന്നാൽ ഈ ഒരു തണുപ്പുള്ള ഒരു സ്ഥലങ്ങളിൽ കമ്പന്തേനികളിലൊക്കെ കരിമ്പും തോട്ടവും മുന്തിരിത്തോട്ടമൊക്കെ ഭയങ്കര. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, അവിടെ തന്നെ നമുക്ക് കരിമ്പ് ജ്യൂസും കിട്ടുന്നുണ്ടോ. അവർ ആ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മെഷീനിൽ നിന്ന് ഒരു ലൈവായിട്ട് നമുക്ക് ജ്യൂസൊക്കെ കിട്ടും. പക്ഷെ രസമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കമ്പന്തേനിയൊക്കെ പോകുമ്പോൾ ഒരു യാത്ര ഇങ്ങനെ ഒരു ഫാമിങ് സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളും കരിമ്പൻ തോട്ടങ്ങളും, മനസ്സിലൊരു പച്ചപ്പ് വരില്ലേ. ഒരു നമ്മളിപ്പോൾ ഗോതമ്പ്, ഇപ്പോൾ പഞ്ചാബിലൊക്കെ പോയിട്ട് ഗോതമ്പ് കാണുന്ന പോലെയാണ് നമ്മുടെ നാട്ടില് മുന്തിരിത്തോപ്പുകളും ശർക്കര ഫാക്ടറികളും കരിമ്പൻ തോട്ടങ്ങളും, ഇനി ഞാൻ ബട്ടർ ബീൻസും, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ ഈ കമ്പന്തേനി. ശരിക്കും നമ്മുടെ ഈ കമ്പന്തേനിയിൽ കുറേ ആൾക്കാർ സ്ഥലങ്ങൾ മേടിക്കാറുണ്ട്. ഇങ്ങനത്തെ കണ്ടമാനം ഫാമിംഗ് ആണ് കേട്ടോ അവിടെ നടത്തുന്നത്. നല്ല രസമായിട്ടുണ്ട് അല്ലേ, നല്ല പച്ചപ്പും നല്ല മൂത്ത സാധനമാണ് കേട്ടോ.